കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിലേക്ക് പോയിരുന്നു. ചെറിയൊരു ഗ്രാമമാണ്, ഒരു കുഞ്ഞു ഗ്രാമമാണ്. ഈ പറഞ്ഞതുപോലെ വായനശാലയും ഒരു ചെറിയ സ്കൂളുമൊക്കെയുള്ളൊരു കുഞ്ഞു ഗ്രാമമാണ്. അപ്പോൾ അവിടെ ആകെ ഒന്ന് രണ്ട് ചെറിയ കടകളൊക്കെ ഉള്ളൂ കേട്ടോ. അതിലൊന്നൊരു ഫാർമസിയാണ്, ആയുർവേദ ഫാർമസിയാണ്. അപ്പോൾ അവിടേക്കൊരു സാധനം വാങ്ങാൻ വേണ്ടി കയറിയപ്പോൾ അവിടെ ഒരു വല്യമ്മ ഇരിക്കുന്നുണ്ട്. നല്ല പ്രായമുള്ളൊരു ഉമ്മയാണ്. അപ്പോൾ നമുക്കവരെ അറിയാം. അവരോട് ചോദിച്ചു, എന്നെ അറിയോ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, എന്നെ അറിയോ? അപ്പോൾ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, അറിയാതെ, ഞാനെടുത്ത കുട്ടിയാണ് നീ, ഞാനെടുത്ത കുട്ടിയാണ് നീ. അത് നിനക്കറിയോ? അല്ല, എനിക്കറിയില്ലായിരുന്നു. എൻ്റെ വയറ്റാട്ടിയാണ്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് എന്നെ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്ന ആളാണ്. എന്നെ ആദ്യമായി തൊട്ട ആളാണ്. ഞാൻ അവരുടെ കയ്യിലേക്ക് ഇങ്ങനെ കുറേ സമയം നോക്കി നിന്ന്. തിരിച്ചു പോരുമ്പോൾ ഞാൻ ആലോചിച്ചത്, എന്നെ ആദ്യമായി തൊട്ട ആളെ ഞാൻ കണ്ടു. എന്നെ അവസാനമായിട്ട് തൊടുന്നത് ആരായിരിക്കും? ഒന്നിങ്ങനെ ചെരിഞ്ഞ് കിടക്കാൻ മാത്രം കഴിയുന്ന ഒരു മൺകുഴിയിലേക്ക്, ഒരു ഖബറിലേക്ക് എന്നെ ഇങ്ങനെ അവസാനമായി എടുത്തു വെക്കുന്ന പരിചിതനോ അപരിചിതനോ ആയ ഏതോ ഒരു മനുഷ്യനായിരിക്കും. ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് മറ്റൊരു മനുഷ്യൻ്റെ കയ്യിലേക്ക് ഉതിർന്നും ഉത്സാഹിച്ചും ഊർന്നിറങ്ങിയും ഒരു കുഞ്ഞു ജന്മം. അതിൻ്റെ പേരാണ് മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത്. നമുക്കിങ്ങനെ മനുഷ്യന്മാരില്ലാതെ പറ്റില്ല. ഇത്രയേറെ നിസ്സഹായതയുള്ള വേറൊരു ജീവി ഉണ്ടാവാനും സാധ്യതയില്ല, അല്ലേ? ഒരു പശുവിൻ്റെ കുട്ടിയൊക്കെ ജനിച്ചു കഴിഞ്ഞ് എത്ര പെട്ടെന്നാണ് ഇങ്ങനെ എഴുന്നേറ്റ് ഓടുന്നത്. ഒരാട്ടിൻ്റെ കുട്ടി എത്ര പെട്ടെന്നാണ് ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നത്. ഒരു മനുഷ്യൻ്റെ കുഞ്ഞിന്, ഉമ്മയുടെ കുട്ടിക്ക് അങ്ങനെ ഒന്ന് എഴുന്നേറ്റ് ഓടണം എന്നുണ്ടെങ്കിൽ എത്ര കാലം കഴിയണം? എത്ര മനുഷ്യന്മാർ കൈപിടിക്കണം? എത്ര ആളിങ്ങനെ തലോടണം? എത്ര ആളിങ്ങനെ പ്രോത്സാഹിപ്പിക്കണം? നമുക്ക് മനുഷ്യന്മാരില്ലാതെ പറ്റില്ലെന്ന്. 1988 പെരുമൺ ദുരന്തം ഉണ്ടായത്. നൂറുകണക്കിന് ആളുകൾ മരിച്ചു, 200-ലേറെ ആളുകൾക്ക് വലിയ പരിക്കും പറ്റി. ആ അപകടത്തിൽ പെട്ട് കിടക്കുന്ന മനുഷ്യരുടെ അടുത്തേക്ക് ഓടി വന്നത് ഒരു കടലോര ഗ്രാമത്തിലെ സാധു മനുഷ്യരായിരുന്നു. അവരങ്ങനെ വന്നിട്ടില്ലായിരുന്നെങ്കിൽ മരണസംഖ്യ അതിലേറെ കൂടുമായിരുന്നു. അവരുടെ തൊഴിലിടങ്ങളിൽ നിന്നൊക്കെ ഓടി വന്നിട്ട് ഈ മനുഷ്യരെ രക്ഷിക്കുകയായിരുന്നു. പിറ്റേ ദിവസത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ 1-ാമത്തെ പേജിൽ തന്നെ വലിയ അക്ഷരത്തിൽ എഴുതി വച്ചിരുന്ന ഒരു വാക്കുണ്ട്. അതിങ്ങനെയായിരുന്നു, മനുഷ്യൻ. എത്ര മനോഹരമായ പദം! മനുഷ്യൻ, എത്ര മനോഹരമായ പദം! ഓരോ മനുഷ്യനും ആ മനുഷ്യൻ്റെ ഒരു ഫ്രീക്വൻസിയിലേ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇതാണ് മനുഷ്യനെ അക്കമഡേറ്റ് ചെയ്യാന്ന് പറയുന്നത്, അല്ലേ? ഒരാൾക്ക് അയാളുടെ മഹത്വത്തെ തിരിച്ചറിയാനുള്ള, ഇപ്പം എനിക്ക് എന്നെ തന്നെ തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം അതാണ്. ഞാൻ എത്ര മനുഷ്യരെ ഇങ്ങനെ അക്കമഡേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. എത്ര മനുഷ്യരിൽ നിന്ന് അകലുന്നു എന്നുള്ളതോ എത്ര മനുഷ്യരോട് പിണങ്ങുന്നു എന്നുള്ളതോ അല്ല. എൻ്റെ ബ്ലോക്ക് ലിസ്റ്റിൽ എത്ര ആളുകളുണ്ട് എന്നത് എൻ്റെ മഹത്വത്തെ അടയാളപ്പെടുത്തുന്ന ഒരു കാര്യമല്ല. എത്ര മനുഷ്യരെ ഞാൻ അക്കമഡേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനം. ഒരു മനുഷ്യൻ എങ്ങനെയാണോ അങ്ങനെ ആ മനുഷ്യനെ സ്നേഹിക്കാവുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് വലുതാകലാണ് പ്രധാനം. അല്ലാതെ നമുക്ക് സ്നേഹിക്കാവുന്നൊരവസ്ഥയിൽ മനുഷ്യന്മാരിങ്ങനെ മാറുന്നത് വരെ കാത്തിരിക്കലല്ല. ഒരാളെങ്ങനെയാണോ അങ്ങനെ, ഐ ലവ് യു ആസ് യു ആർ, അതാണത്. നിങ്ങളെങ്ങനെയാണോ അങ്ങനെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഇതാണ് ഒരു മനുഷ്യൻ എത്താവുന്ന ഏറ്റവും വലിയ അനുഭവങ്ങളിലൊന്ന് കേട്ടോ. അപ്പോഴേ നമുക്ക് മനുഷ്യന്മാരെ ഇങ്ങനെ മനസ്സിലാവുകയുള്ളൂ. നമ്മുടെ ഒരു ഗുരുനാഥനുണ്ട്, അദ്ദേഹം പറഞ്ഞൊരു സംഭവമാണ്. അദ്ദേഹം രാത്രിയിൽ ബസ്സിൽ KSRTCയിൽ മാനന്തവാടിയിലേക്ക് പോവാം. ഒരസമയമാണ്.
അങ്ങനെ കോഴിക്കോട് നിന്ന് യാത്ര തുടങ്ങി താമരശ്ശേരി ചുരം എത്തുന്നതിന് മുമ്പ് ആകുമ്പോഴേക്ക് തന്നെ ബസ്സിലെ കണ്ടക്ടർ ഇങ്ങനെ ഉറക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ടിക്കറ്റ് എടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ആരോ ഒരാൾ ടിക്കറ്റ് എടുത്തിട്ടില്ല എന്ന് അവിടെ കാണിക്കുന്നുണ്ട്, മെഷീനിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് ആരാണെന്ന് കണ്ടെത്താനും പറ്റുന്നില്ല. ഓരോ ആളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, പക്ഷെ അവരൊക്കെ എടുത്തിട്ടുണ്ട്. അവസാനം കണ്ടക്ടർ പറഞ്ഞു ബസ് നിർത്തണമെന്ന് ഡ്രൈവറോട്. അങ്ങനെ ഡ്രൈവർ ബസ് നിർത്തി. കണ്ടക്ടർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും ടിക്കറ്റ് എടുത്തിട്ട് കയ്യിൽ വെക്കണം, പരിശോധിക്കണം. അങ്ങനെ എല്ലാവരും ടിക്കറ്റ് എടുത്ത് കയ്യിൽ വെച്ച് എല്ലാവരുടെ അടുത്ത് വന്നിട്ടും പരിശോധിച്ച് എല്ലാവരും എടുത്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴാണ് ബസ്സിൻ്റെ ഏറ്റവും പിറകിൽ ആ വലിയ സീറ്റുണ്ടല്ലോ, നീണ്ട സീറ്റ്, അതിൻ്റെ കോർണറിൽ ഒരാളിങ്ങനെ ചുരുണ്ട് കിടക്കുന്നുണ്ട്. കണ്ടക്ടർ അയാളുടെ അടുത്ത് ഇങ്ങനെ ചെന്നിട്ട് വിളിച്ചു. അയാൾ ഉണർന്നു. ബസ്സിലുള്ള മുഴുവൻ ആളുകളും അയാളെയാണ് നോക്കുന്നത്. അയാളാകെ അമ്പരന്ന് പോയി. കണ്ടക്ടർ ചോദിച്ചു, നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ? ഇല്ല. അയാളാണ് ടിക്കറ്റ് എടുക്കാത്ത ആൾ. കണ്ടക്ടർ അയാളെ നല്ലോണം വഴക്ക് പറയും. കാരണം ഇത്ര സമയമായിട്ട് കണ്ടക്ടർ ഇങ്ങനെ ഉറക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ടിക്കറ്റ് എടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എന്നിട്ട് അയാൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ കിടക്കുകയായിരുന്നു. കണ്ടക്ടർ അയാളെ പറയാനിരിക്കുന്ന വഴക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ആളുകളിങ്ങനെ കാതോർത്ത് നിൽക്കുകയാണ്. പക്ഷെ ഒന്നും കേട്ടില്ല. പരിഭ്രമിച്ച് നിൽക്കുന്ന ആ മനുഷ്യൻ്റെ തോളിലിങ്ങനെ തട്ടിയിട്ട് കണ്ടക്ടർ പറഞ്ഞു, സാരമില്ലെന്ന്, നിങ്ങൾ ഉറങ്ങിപ്പോയതുകൊണ്ടല്ലേ, പേടിക്കണം വേണ്ട. നിങ്ങളെങ്ങോട്ടാണ് പോകുന്നത്? ടിക്കറ്റ് എടുത്തിട്ട് ഉറങ്ങിക്കോളൂ. കോടമഞ്ഞ് പാകിയ ആ ചുരത്തിൻ്റെ നടുവിൽ ആ പാവം മനുഷ്യൻ്റെ ഉള്ളിലെ കാർമേഘങ്ങൾ മുഴുവനും ഒരു കർക്കിടകരാവ് പോലെ പെയ്തൊഴിഞ്ഞു പോയി. ആ കണ്ടക്ടറുടെ ഉള്ളിലുള്ളതിൻ്റെ പേരാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. നമ്മളുണ്ടാക്കുന്ന ഒച്ചപ്പാടുകളുടെ ഒന്നും പേരുള്ളത്. ഒരു മനുഷ്യനോട് കാണിക്കുന്ന സ്നേഹവും ഒരു മനുഷ്യൻ്റെ അവസ്ഥകളെ തിരിച്ചറിയാൻ കഴിയുന്ന ഹൃദയവികാസവുമാണ് ശരിക്കും സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. എത്രയോ ദിവസമായിട്ട് അമ്മയുടെ കൂടെ ആശുപത്രിയിൽ കിടന്നൊന്നുറങ്ങാൻ കഴിയാതെ, എത്രയോ ദിവസങ്ങളായി മക്കളെ കാണാതെ, ഒരു ദിവസം മക്കളെ ഒന്ന് കണ്ടുവരാമെന്ന് വിചാരിച്ച് ബസ് കയറിയ ആളായിരിക്കും, ഉറങ്ങിപ്പോയതായിരിക്കും. ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും അയാളെ മനസ്സിലാകുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ വളരലാണ് സ്പിരിച്വാലിറ്റി. അമേരിക്കയിലെ പ്രസിഡൻറ്റുമാരിൽ ഏറ്റവും കൂടുതൽ മതാചാരങ്ങൾ പുലർത്തിയിരുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് അമേരിക്ക ഏറ്റവും കൂടുതൽ യുദ്ധങ്ങളിൽ ഏർപ്പെട്ട് മനുഷ്യരെ കൊന്നത്. പട്ടാളത്തെ ഇങ്ങനെ പറഞ്ഞയക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന കുരിശുമാലയിൽ ചുംബിച്ചിരുന്ന മനുഷ്യനാണത്. മുഗള രാജാക്കന്മാരിൽ ഏറ്റവും കൂടുതൽ മതാചാരങ്ങൾ പുലർത്തിയിരുന്ന ആളായിരുന്നു ഔറംഗസീബ്. ഖുർആനൊക്കെ ഇങ്ങനെ പകർത്തി എഴുതിയിരുന്ന ആളാണ്. പക്ഷെ അതേ മനുഷ്യൻ തന്നെ തൊട്ടപ്പുറത്തെ ഒരു കെട്ടിടത്തിൽ സ്വന്തം വാപ്പയെ ഇങ്ങനെ കെട്ടിയിട്ടിരുന്നു. റിലീജിയസ് ആവുക എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ആവുക എന്നല്ല അതിൻ്റെ അർത്ഥം. സ്പിരിച്വൽ ആവുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഉള്ളിലെ വാല്യൂസാണ്. 1853 മുതൽ 856 വരെ ഒരു യുദ്ധം നടന്നിട്ടുണ്ട്, ക്രീമിയൻ വാർ അല്ലേ. റഷ്യക്കെതിരെയാണ് ബ്രിട്ടനും ഫ്രാൻസും ഒട്ടോമൻ സാമ്രാജ്യങ്ങളും ചേർന്നിട്ട് നടത്തിയ യുദ്ധമാണ്. ആ യുദ്ധം നടക്കുന്ന സമയത്ത് ബ്രിട്ടനിലെ ഏറ്റവും വലിയ സയൻറ്റിസ്റ്റിനെ അവിടുത്തെ ഗവൺമെൻറ് വിളിച്ചു. എന്നിട്ട് അയാളോട് പറഞ്ഞു, റഷ്യയിലുള്ള മുഴുവൻ ആളുകളെയും കൊല്ലണം, മുഴുവൻ ആളുകളെയും കൊല്ലാൻ ആവശ്യമുള്ള ഒരു ആയുധം കണ്ടുപിടിക്കണം. നിങ്ങളങ്ങനെ കണ്ടുപിടിച്ചു തന്നാൽ നിങ്ങളുടെ ഒരു 100 തലമുറക്കെങ്കിലും ജീവിക്കാനുള്ള പണം ഞങ്ങൾ തരും. ഇതാണ് ഓഫർ. അത്രയും ഭീമമായ പണമാണ് അയാൾക്ക് ഓഫർ ചെയ്തത്. അത് കേട്ട് അദ്ദേഹം വീട്ടിലേക്ക് പോയി. അദ്ദേഹം 2 ദിവസം ഇങ്ങനെ ആലോചിച്ചു എന്ത് ചെയ്യണമെന്ന്. ആലോചിച്ചിട്ടൊരു തീരുമാനത്തിലെത്തി. അതൊരു കത്തായിരുന്നു. ആ കത്ത് എഴുതിയിട്ട് അദ്ദേഹം സർക്കാരിന് കൊടുത്തു. ആ കത്ത് ഇങ്ങനെയായിരുന്നു. ആ കത്തിലെ വരികളാണ് ഞാൻ പറയണത് കേട്ടോ. അതിങ്ങനെയായിരുന്നു: എങ്ങനെയാണ് ഉറുമ്പുകൾ ഭക്ഷണം കൊണ്ടുപോകുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ നോക്കിയിരിക്കാറുണ്ട്. കുറേ അകലെ നിന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ ഇങ്ങനെ ഉരുട്ടി കൊണ്ടുവരും.
എന്നിട്ട് അതിൻ്റെ ആ ചെറിയ ഹോളിൻ്റെ അടുത്തെത്തിയിട്ട് ആ ഹോളിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ഉറുമ്പിന് മാത്രമേ അതിനകത്തേക്ക് പോകാൻ കഴിയുള്ളൂ. ആ ഭക്ഷണം അകത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാതെ ഇങ്ങനെ നിസ്സഹായതയിൽ നിൽക്കുന്ന ഉറുമ്പുകളെ ഞാനിങ്ങനെ നോക്കിയിരിക്കാറുണ്ട്. എന്നിട്ട് പറയാണ്, മനുഷ്യനും ഇങ്ങനെയൊക്കെ തന്നെയാണ്. മനുഷ്യൻ എത്ര പണം ഉണ്ടാക്കി കഴിഞ്ഞാലും അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അത് മരണത്തിൻ്റെ മാളത്തിൻ്റെ ഇപ്പുറത്ത് വെക്കണം. അതുകൊണ്ട് നോട്ടുകെട്ടുകൾ കാണിച്ചിട്ട് നിങ്ങൾക്ക് എന്നെ പ്രലോഭിപ്പിക്കാം എന്ന് വിചാരിക്കരുത് കേട്ടോ. ഞാനതിൽ വീഴൂല. മനുഷ്യനെ കൊല്ലാൻ എന്നെ കൊണ്ട് പറ്റില്ല. അദ്ദേഹം പറഞ്ഞാണ്, എനിക്ക് കിട്ടുന്ന അറിവ്, എനിക്കറിയുന്ന ശാസ്ത്രജ്ഞാനം, എനിക്കുള്ള ബുദ്ധി, ഇത് മനുഷ്യൻ്റെ മുഖത്ത് പുഞ്ചിരിക്ക് കാരണമാകാനല്ലാതെ മനുഷ്യൻ്റെ മുഖത്ത് സങ്കടത്തിന് കാരണമാകാൻ ഞാനത് ഉപയോഗിക്കൂല എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ പേര് മൈക്കൽ ഫാരഡേ എന്നായിരുന്നു. 1791 സെപ്റ്റംബർ 2 ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ 4 മക്കളിൽ 3-മനായി ജനിച്ച് പണമില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് സ്കൂളിലേക്ക് പോകാൻ കഴിയാതെ ഒരു ബുക്ക് ബൈൻഡിങ് ഷോപ്പിൽ ജോലിക്കാരനായി നിന്ന് അങ്ങോട്ട് വരുന്ന പുസ്തകങ്ങൾ വായിച്ച്, സർ ഹംഫ്രി ഡേവിയുടെ ഒരു പുസ്തകം പിന്നെയും വായിച്ച് ഹംഫ്രി ഡേവിയെ തേടി ചെന്ന് 1813 അദ്ദേഹത്തിൻ്റെ പരീക്ഷണശാലയിൽ സഹായിയായി നിന്ന് വൈദ്യുതിക്ക് സഹായകരമായി ഡൈനാമോയും മോട്ടോറും കണ്ടുപിടിച്ച മൈക്കൽ ഫാരഡേ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സ്വീകരണ മുറിയിൽ 2 ചിത്രങ്ങളാണ് തൂക്കിയിട്ടിരുന്നത്. ഒന്ന് ഐസക് ന്യൂട്ടൻ്റെ ഫോട്ടോ ആയിരുന്നു, മറ്റൊന്ന് മാൻ ഓഫ് ഗോഡ് എന്നും മാൻ ഓഫ് സയൻസ് എന്നും അറിയപ്പെടുന്ന മൈക്കൽ ഫാരഡേയുടേതായിരുന്നു. ഇതാണ് മനുഷ്യത്വം. ഈ വലിയ വലിയ മനുഷ്യന്മാരൊക്കെ എപ്പോഴും ആലോചിച്ചതേ ചെറിയ ചെറിയ മനുഷ്യന്മാരെ കുറിച്ചായിരുന്നു. അതാണ് അവരുടെ മഹത്വം അല്ലേ? വലിയ വലിയ മനുഷ്യന്മാരൊക്കെ ആലോചിച്ചത് ചെറിയ ചെറിയ മനുഷ്യന്മാരെ കുറിച്ചായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ വലിയ ഒരു ഓഫീസിൻ്റെ അധികാരിയായ ആളായിരുന്നു, വലിയ ശമ്പളം വാങ്ങുന്ന ആളായിരുന്നു. അദ്ദേഹമാണ് ഒരു നിമിഷം ആലോചിക്കുന്നത്, പൈസ ഉണ്ടാക്കിയതൊക്കെ മതിയെന്ന്. പൈസ ഉണ്ടാക്കിയതൊക്കെ മതി, മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വന്നു. 1915 ജനുവരി 7 ക്യാപ് ടൗണിൽ നിന്ന് ഇംഗ്ലണ്ട് വഴി ഇന്ത്യയിലേക്ക് വരുന്ന കപ്പലിൽ ഇങ്ങോട്ട് കയറി വന്ന് അപ്പോളോ ബന്ദറിൽ അങ്ങനെ ഒരു മനുഷ്യൻ വന്ന് കാല് കുത്തിയിട്ടില്ലായിരുന്നെങ്കിൽ നമുക്കൊരു ഗാന്ധിജിയെ കിട്ടില്ലായിരുന്നു. മനുഷ്യന് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വന്നത്. മധുരയിൽ നിന്ന് ഇങ്ങനെ ഒരു കാൽനട യാത്ര പോകുകയായിരുന്നു ഗാന്ധി. 1920കളുടെ തുടക്കത്തിലോ മറ്റോ ആണ്. അപ്പോഴാണ് വൈഗാ നദിയിലൊരു അമ്മ ഇങ്ങനെ തുണി അലക്കുന്നത് കണ്ടത്. തുണി അലക്കുന്നത് എങ്ങനെയാണെന്നറിയോ? സ്വന്തം ഉടുത്തിരിക്കണ സാരിയാണ് അലക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗാന്ധിജി ചോദിക്കുന്നുണ്ട്, അതെന്താ വേറെ വസ്ത്രമില്ലേ? അപ്പോൾ അമ്മ പറയുന്നുണ്ട്, എനിക്ക് വേറെ ചേലയില്ല, വേറെ സാരിയില്ല. ഇത് കേട്ട ഉടനെ ഗാന്ധിജി ഇങ്ങനെ സങ്കടത്തോടു കൂടി കുപ്പായ അഴിച്ചു. ആ മേൽക്കുപ്പായ ഇങ്ങനെ അഴിച്ചിട്ട് ആ പുഴയിലെ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഒഴുക്കി കൊടുത്തു. അത് കിട്ടുന്നത് വരെ കാത്തിരുന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഗാന്ധിജിയോട് ഇങ്ങനെ കൈകളുയർത്തി നന്ദി പറഞ്ഞു അമ്മ. ആ നദിക്കരയിൽ നിന്നുകൊണ്ടാണ് ഗാന്ധിജി തീരുമാനിച്ചത്, എൻ്റെ നാട്ടിലെ കോടാനുകോടി മനുഷ്യന്മാർക്കും ഉടുതുണിക്ക് മറുതുണി ഉണ്ടാകുന്നത് വരെ, ഉടുത്ത സാരിക്ക് മറ്റൊരു സാരി പകരമില്ല ഉണ്ടാകുന്നത് വരെ ഞാൻ എൻ്റെ മേൽക്കുപ്പായം ധരിക്കൂല എന്ന് അന്ന് ഊരിയിട്ടതാണ്. പിന്നെ ധരിച്ചിട്ടില്ല. 1948 ജനുവരി 30 78ാമത്തെ വയസ്സിലിങ്ങനെ കൊല്ലപ്പെട്ട് വീഴുമ്പോഴും ആ പാവം ശരീരത്തിൽ കുപ്പായം ഉണ്ടായിരുന്നില്ല. ഇന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിലോ ഒന്നുണ്ടാവില്ല. ഒരു ബ്രിട്ടീഷുകാരൻ ഗാന്ധിജിയോട് പറയുന്നുണ്ട്, ഒരാൾക്ക് ആവശ്യമുള്ള അത്ര വസ്ത്രം നിങ്ങളുടെ ശരീരത്തിലില്ലല്ലോ. അപ്പോൾ ഗാന്ധിജി തിരിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്, 2 ആൾക്ക് ആവശ്യമുള്ള അത്ര വസ്ത്രം നിങ്ങളുടെ ശരീരത്തിലുണ്ടല്ലോ. അതിൻ്റെ പേരായിരുന്നു ഗാന്ധി. ഒരു കുട്ടി വന്നിട്ട്, ഒരു ചെറിയ മോള് വന്നിട്ട് ഗാന്ധിജിയോട് ചോദിക്കുന്നുണ്ട്, ബാപ്പുജി എന്താണ് ഈ ജനാധിപത്യം? അപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഗാന്ധിജി പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്, അതെന്താണെന്നറിയോ മോളെ,
10 ആളുകൾ ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുത്താലേ ഒരാളെ ജയിക്കുള്ളൂ. ആ ജയിച്ച ആൾ ആലോചിക്കണം, ജയിച്ചു കഴിഞ്ഞതിന് ശേഷം എൻ്റെ കൂടെ 9 ആളുകൾ ഓടിയിരുന്നു. അതിൻ്റെ പേരാണ് ജനാധിപത്യം. പറ്റുമെങ്കിൽ ആ 9 ആളുകളെയും ഇങ്ങനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് സാരല്ലടാ എന്ന് പറയണം. അതിൻ്റെ പേരാണ് ജനാധിപത്യം. തോറ്റവൻ്റെ കൂടെ നിൽക്കുന്നതിൻ്റെ പേരാണത്. ജയിച്ചവൻ്റെ കൂടെ നൃത്തമാടുമ്പോഴല്ല, തോറ്റവൻ്റെ തോളിൽ പിടിക്കുമ്പോഴാണ് ഒരാൾ ശരിക്കൊരു മനുഷ്യനാണുള്ളത്. അതാണ് ഗാന്ധിജി പറഞ്ഞു തരുന്നത്. സ്വാതന്ത്ര്യം നേടിയ കാലത്ത് നെഹ്റുവിന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇന്ത്യയിലൊരു കാർ ഫാക്ടറി തുടങ്ങണമെന്ന്. അങ്ങനെ ഗാന്ധിജിയോട് ചെന്നിട്ട് ആ ആശയം പറഞ്ഞു. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, അത് വേണ്ട. ഇന്ത്യയിലുള്ള മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യന്മാരും കാറിൽ സഞ്ചരിക്കുന്ന ആളുകളല്ല, ഇപ്പോൾ കാൽനട യാത്രക്കാരാണ്. അതുകൊണ്ട് പറ്റുമെങ്കിൽ ഒരു സൈക്കിൾ ഫാക്ടറി തുടങ്ങിക്കോളൂ എന്നാണ് പറഞ്ഞത്. നെഹ്റു കാർ ഫാക്ടറി തുടങ്ങിയിട്ടില്ല. നെഹ്റുവിൻ്റെ പേരക്കുട്ടിയാണ് കാർ ഫാക്ടറി തുടങ്ങിയത്, രാജീവ് ഗാന്ധി. അപ്പോഴേക്ക് രാജ്യവും ഒരുപാട് മാറിയിരുന്നു. ദൈവവിശ്വാസിയോ മതവിശ്വാസിയോ ഒന്നും അല്ലാത്ത നെഹ്റുവിനോട് ഗാന്ധിജി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: രാജ്യവുമായി ബന്ധപ്പെട്ട എന്തൊരു തീരുമാനം എടുക്കുമ്പോഴും ഒരു ദിവസം ഇങ്ങനെ വ്രതമനുഷ്ഠിക്കണം, വ്രതത്തിലായിരിക്കണം. എന്നിട്ടിങ്ങനെ കണ്ണടച്ചിട്ട് ആലോചിക്കണം, ഞാൻ എടുക്കുന്ന ഈ തീരുമാനം കൊണ്ട് എൻ്റെ രാജ്യത്തുള്ള ഏറ്റവും പാവപ്പെട്ട ഒരു മനുഷ്യന് എന്ത് ഉപകാരമാണുള്ളത്? അയാൾക്ക് ഉപകാരം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് ചെയ്യരുത്. ചെറിയ ദർശനമാണോ അത്? ചെറിയ ഫിലോസഫിയാണോ പറഞ്ഞെടുത്ത്? നമ്മളൊക്കെ ആലോചിക്കേണ്ടതന്നെയല്ലേ അതല്ലേ? നമ്മളെടുക്കുന്നൊരു തീരുമാനമുണ്ടല്ലോ, ഒരു സംഘമാകട്ടെ, ഒരു കൂട്ടായ്മയാകട്ടെ, എന്താവട്ടെ, നമ്മളെടുക്കുന്നൊരു തീരുമാനം ഏറ്റവും പാവപ്പെട്ടൊരു മനുഷ്യന് ഉപകാരപ്പെടുമോ? ഇല്ലെങ്കിൽ പാട്ടും പാടിയിട്ട് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയണം ആ തീരുമാനം. ബിരിയാണി എന്നൊരു കഥയുണ്ടായിരുന്നു ഈ അടുത്ത് മലയാളത്തിൽ. നമ്മുടെ ഒരു സുഹൃത്ത് എഴുതിയതാണ്, സന്തോഷ് എച്ചിക്കാനം. വായിച്ചിരുന്നത്? കേട്ടിരുന്നു അതിനെക്കുറിച്ച്? അല്ല, ഒരു പുസ്തകമായിട്ടും വന്നിട്ടുണ്ട്. പൊള്ളും, വായിച്ചു കഴിയുമ്പോഴേ പൊള്ളും. 6000 ആളുകൾ പങ്കെടുത്ത വലിയൊരു വിരുന്നാണ്. കുറേ ഭക്ഷണം ബാക്കി വന്ന്, കുറേ ബിരിയാണി ബാക്കി വന്ന്. അപ്പോൾ അതിങ്ങനെ കുഴിച്ചിടുന്നതിന് വേണ്ടിയിട്ടൊരു ബംഗാളിയെ വിളിച്ചു, നമ്മുടെ ഭാഷയിൽ ബംഗാളിയെ വിളിച്ചു. അദ്ദേഹം വന്നിട്ട് കുഴി വെട്ടുന്നുണ്ട്. അദ്ദേഹത്തിന് അറിയില്ല ഇതെന്തിനുള്ള കുഴിയാണെന്ന്. അങ്ങനെ കുഴി വെട്ടുന്ന സമയത്താണ് നല്ല സുഗന്ധം വരുന്നത്, ബിരിയാണിയുടെ സുഗന്ധമാണ്. അയാൾക്ക് മനസ്സിലായി അത് ബിരിയാണിയാണ്, ബസ്മതി അരിയിട്ട ബിരിയാണിയാണ് എന്ന് തന്നെ മനസ്സിലായി. അതിൻ്റെ സ്മെല്ലുണ്ട്. കാരണം ഈ ബസ്മതി അരി ആയിട്ട് ഇയാൾക്കൊരു ബന്ധമുണ്ട്. ഇയാളുടെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ബസ്മതി അരിയിട്ട കുറച്ച് കഞ്ഞി കുടിക്കണം എന്നായിരുന്നു. അങ്ങനെ ഇയാൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്തു ബസ്മതി അരി. പക്ഷെ അവൾ കഞ്ഞി കുടിച്ചില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു അരി ഇങ്ങനെ കുറിക്കുക മാത്രം ചെയ്തു, തീർന്നു പോകുമെന്ന് വിചാരിച്ചിട്ട്. അവർക്കൊരു മോളാണ് ഉണ്ടായത്. ആ മോൾക്ക് അവർ പേരിട്ടതും വസുമതി എന്നായിരുന്നു. ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വലിയ ചെമ്പുകൾ ഇങ്ങനെ വരുന്നത്. ധാരാളം ബിരിയാണി ബാക്കിയുണ്ട്. ആ ബാക്കി വന്ന ബിരിയാണി ആ കുഴിയിലേക്ക് ഇങ്ങനെ തട്ടിയിടാൻ പറഞ്ഞു അദ്ദേഹത്തോട്. അയാൾ ആ കുഴിയിലേക്ക് തട്ടിയിട്ട് നിറഞ്ഞുപോയി. അപ്പോൾ അയാളോട് ഇങ്ങനെ ചവിട്ടി താഴ്ത്താൻ പറഞ്ഞു. അയാൾക്ക് പറ്റുന്നില്ല. അയാളിങ്ങനെ വിങ്ങി പൊട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ആരോ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താ? ഗോപാൽ യാദവ്. നിങ്ങളുടെ വീട് എവിടെയാ? ബീഹാറിലാണ്. വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? ഭാര്യയും മോളും. മോളെന്താ പഠിക്കുകയാണോ? അല്ല. പിന്നെയോ? അവൾ മരിച്ചുപോയി. എങ്ങനെ? പട്ടിണി കൊണ്ട്. പട്ടിണി കൊണ്ട് മരിച്ചുപോയ മകളുടെ മുഖം അത്രമേൽ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരച്ഛന് കഴിയോ ആ ബിരിയാണി ചവിട്ടി താഴ്ത്താൻ? അതാണ് പട്ടിണി എന്ന് പറയുന്നത്. നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറേ ആവശ്യമുള്ളൂ എങ്കിൽ 2 എടുക്കാതിരിക്കുന്നതിൻ്റെ പേരാണ് ഇങ്ങനെയുള്ള മനുഷ്യരെക്കുറിച്ചുള്ള വിചാരം. അതിൻ്റെ പേരാണ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ളത് എടുക്കുന്നതിൻ്റെ പേരാണത്. അതുകൊണ്ടാണ് താവോ പറയുന്നത്, ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുമ്പോഴേ അതിൻ്റെ 3/4 മതി,
എന്നാലേ കുടിക്കാൻ പറ്റുള്ളൂ, നിറച്ചാൽ കുടിക്കാൻ കഴിയില്ല. രസം പോകും അതിൻ്റെ. പൈസ കൂടിയാൽ സമാധാനം കിട്ടുമോ എന്ന് വലിയൊരു ഗുരുവിനോട് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്. പൈസ കുറേ ഉണ്ടായാൽ സമാധാനം ഉണ്ടാവുമെന്ന്. ഗുരു അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അവിടെ ഒരു കുട്ടിയെ കണ്ടു. ആ കുട്ടിയെ ഇങ്ങനെ വിളിച്ചു. ആ കുട്ടിയുടെ കയ്യിലേക്ക് ഒരു ആപ്പിൾ കൊടുത്തു. ആ കുട്ടിക്ക് വല്ലാതെ സന്തോഷമായി. പക്ഷെ ഒരാപ്പിൾ കൂടി കൊടുത്ത് അവന് സന്തോഷം ഒന്നുകൂടെ കൂടി. ഒരാപ്പിൾ കൂടി കൊടുത്ത് അവന് പിടിക്കാൻ കഴിയണില്ല. പിന്നെ ഒരാപ്പിൾ കൂടി കൊടുത്ത് അവനതൊരു ഭാരമായി മാറി. ആദ്യം ഉണ്ടായിരുന്ന സന്തോഷം ഇങ്ങനെ കുറഞ്ഞു വരികയാണ് ചെയ്തത്. ഗുരു ആ ചോദ്യത്തിന് മറുപടി പറയുമായിരുന്നു. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അതുകൊണ്ട്, നമ്മുടെ കൂടെയുള്ളത് ആരാണോ അവരോടൊപ്പം, നമ്മൾ ഈ ലോകത്ത് എവിടെയാണുള്ളത് അവിടെ വെച്ച് ഒന്നാമതായി നമ്മൾ സന്തോഷിക്കണം, ഹാപ്പി ആവണം. രണ്ടാമതായി നമ്മുടെ കൂടെ ഉള്ളവരെ ഹാപ്പി ആക്കുകയും വേണം. ഇതാണ് ഒരു ആയുസ് കൊണ്ട് മനുഷ്യന് ചെയ്യേണ്ടത്. അത് നമ്മളെ ഇങ്ങനെ സ്നേഹിക്കണം, നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ ഇഷ്ടപ്പെടണം, അല്ലേ? മനുഷ്യന്മാർ അങ്ങനെ അല്ലാന്നേ. നമ്മൾ കാണുന്ന അധികം മനുഷ്യന്മാരും ഒന്നുകിൽ ഇന്നലകളിൽ ജീവിക്കുന്ന ആളുകളാണ്. ഇന്നലത്തെ കുറ്റബോധമോ സങ്കടങ്ങളോ വിരഹമോ വേദനയോ, അല്ലേ? വേറെ കുറേ ആളുകളോ നാളെയാണ്. ഇന്ന് ജീവിക്കുന്ന ആളുകളാരാ? വളരെ കുറച്ച് ആളുകളാണ്. അതുകൊണ്ടാണ് മനുഷ്യരുടെ മുഖത്ത് ഇങ്ങനെ സന്തോഷം കുറയുന്നത്. നിങ്ങൾ കണ്ടില്ലേ, കുട്ടികൾ വളരെ ഹാപ്പിയാണല്ലോ. ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവർ ഹാപ്പിയാണ്. അതെന്തുകൊണ്ടാണ്? അവർക്ക് ഓർമ്മകളുടെ ഭാരമില്ല എന്നുള്ളതുകൊണ്ടാണ്. അതാ. പിന്നെ ഹാപ്പി ആയിട്ടുള്ള ആളുകൾ ഭ്രാന്തന്മാരാ, അല്ലേ? അവർ ഹാപ്പിയാണ്. നിങ്ങളുണ്ടല്ലോ നമ്മുടെ പാരമ്പര്യങ്ങളിലുള്ള നാറാണത്ത് ഭ്രാന്തൻ. നമ്മളയാളെ ഭ്രാന്തൻ എന്നൊക്കെ പറയും. നിങ്ങൾ ആലോചിച്ചു നോക്കുക, അയാളുടെ ഉള്ളിലുള്ളൊരു ഫിലോസഫി എത്ര വലുതാണെന്ന്. കഷ്ടപ്പെട്ട് ഒരു പാറക്കല്ല് മലയുടെ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് മുകളിലെത്തിയതിനു ശേഷം താഴേക്ക് ഉതിർന്ന് വരുന്നത് കണ്ട് പൊട്ടിച്ചിരിക്കുന്നൊരു മനുഷ്യൻ. അത്രയേറെ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് നഷ്ടപ്പെടുന്നത് കാണുമ്പോഴേ അയാൾ ചിരിക്കുകയാണ്. നമുക്കൊരു ചെറിയ നഷ്ടത്തിൽ പോലും ഒന്ന് ചിരിക്കാൻ കഴിയുമോ? കഴിയില്ല. എന്നിട്ട് നമ്മൾ അയാളെ വിളിച്ചത് ഭ്രാന്തൻ എന്നാണ്. നഷ്ടങ്ങളിലും ഒരാൾക്ക് ഇങ്ങനെ പതറാതെ നിൽക്കാൻ കഴിയുക എന്നതാണ് നാറാണത്ത് ഭ്രാന്തൻ പഠിപ്പിച്ചു തന്ന പാഠം. ചിരിക്കൊന്നും വേണ്ട, പക്ഷെ പതറാതിരിക്കുന്നതിൻ്റെ പേരാണത്. അപ്പോഴാണ് ഒരാൾക്ക് ഈ അവനവൻ്റെ ഈ ദിവസത്തെ ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റുക. ഈ നിമിഷത്തെ. ഡൈ എം ടി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഗംഭീരമായിട്ടുള്ളൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിലൊരു ഗുരുവിൻ്റെ വിദ്യാർത്ഥികളോട് ചോദിക്കുന്നുണ്ട്, ലോകത്തെ ഏറ്റവും സമ്പന്നമായ പ്രദേശം ഏതാണ്? റിച്ചസ്റ്റ് ലാൻഡ്. അപ്പോൾ കുട്ടികൾ അതിന് കുറേ മറുപടിയൊക്കെ പറയുന്നുണ്ട്. സാധാരണ ഗൂഗിൾ തരുന്ന ഉത്തരങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഗുരു അതൊന്നും അല്ല ഉത്തരം എന്നാണ് പറയുന്നത്. ഉത്തരം തെറ്റാണ്. പിന്നെ ഏതാണ് ശരി ഉത്തരം? അപ്പോൾ ഗുരു അതിന് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: ലോകത്തെ ഏറ്റവും സമ്പന്നമായ പ്രദേശം എന്ന് പറയുന്നത് ശ്മശാനങ്ങളാണ്, മനുഷ്യന്മാർ മരിച്ചു കിടക്കുന്ന സ്ഥലങ്ങളാണ്. കാരണം അപ്പോൾ ഗുരു പറഞ്ഞു, എഴുതപ്പെടാതെ പോയ എത്രയെത്ര കവിതകളും കഥകളുമാണ് കിടക്കുന്നത്. നടപ്പാകാതെ പോയ എത്രയെത്ര പദ്ധതികളാണ്, കിനാവുകളാണ്, സ്വപ്നങ്ങളാണ് ആ മണ്ണ് മൂടിക്കിടക്കുന്നത്. പറയാതെ പോയ എത്രയെത്ര സ്നേഹബന്ധങ്ങളും പ്രണയബന്ധങ്ങളുമാണ് കിടക്കുന്നത്. ചേർത്ത് പിടിക്കാതെ പോയ എത്രയെത്ര ആലിംഗനങ്ങളാണ് കിടക്കുന്നത്. പകരാതെ പോയ എത്രയെത്ര ചുംബനങ്ങളാണ് കിടക്കുന്നത്. അതുകൊണ്ട് ശ്മശാനങ്ങളാണ് ഏറ്റവും റിച്ചസ്റ്റായ സ്ഥലങ്ങളെന്ന് പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷം ഗുരു അവർക്ക് പറഞ്ഞു കൊടുത്തു, മക്കൾക്ക് പറഞ്ഞു കൊടുത്തു, ഡെക്കറേറ്റ് യുവർ ടുഡേ. അതാണ് നമുക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ ഭംഗിയാക്കാൻ പറ്റിയത് നമ്മുടെ ഇന്നിനെ മാത്രമാണ്. ഇന്നലകളൊക്കെ കഴിഞ്ഞു പോയെന്ന്. ബ്രസീലിലെ ആമസോൺ കാടുകളിൽ പൂക്കാലം അവസാനിക്കുന്ന സമയത്തൊരു പൂവിടരും. ആ പൂവിന് ആകെ 3 ദിവസത്തെ ആയുസേ ഉള്ളൂ. 3 ദിവസവും അതിന് 3 കളറാണ്. അതുകൊണ്ട് ആ പൂവിന് നാട്ടുകാർ വിളിക്കുന്ന പേര് ദിവസങ്ങളുടെ പൂവ് എന്നാണ്, കാലത്തിൻ്റെ പൂവ് എന്നൊക്കെ പറയും. കാരണം ഈ 3 ദിവസം എന്ന് പറയുന്നത് 3 കാലമാണ്: ഇന്നലെ, ഇന്ന്, നാളെ. ഒന്നാമത്തെ ദിവസം അതിൻ്റെ കളറ് പർപ്പിൾ കളറാണ്.
ഇന്നലെ പർപ്പിൾ കളറ് ഒരു തരം മിസ്റ്റീരിയസ് കളറാണെന്ന് പറയുന്നു. അതൊക്കെ നിഗൂഢമാണ്, കഴിഞ്ഞുപോയി. ഇനി അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ പഠിച്ചിട്ട് അത് ഉപേക്ഷിക്കണം. കൊണ്ടു നടന്നാലും നമുക്കൊരു ചുവട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഡെഡ് എസ്റ്റർഡേയ്സാണ്. എന്നാൽ രണ്ടാമത്തെ ദിവസം അതിൻ്റെ കളർ എന്താണെന്നറിയാം? ലാവെൻഡറാണ്. അതിന്നാണ്. ലാവെൻഡർ എന്ന് പറയുന്നത് ഹാപ്പിനെസ്സിൻ്റെ കളറാണ്, പ്രണയത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒക്കെ കളറാണ്. അതാണ് ഇന്ന്. നാളെ ആകുമ്പോഴേക്കത് പെയിലായി, മൂന്നാമത്തെ ദിവസം ആകുമ്പോഴേക്കത് പെയിലായി. അതുകൊണ്ടാണ് ആ പൂവിന് ആ പേര് കിട്ടിയത്. ഇതാണ് നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അതുകൊണ്ട്. നമുക്ക് പഠിച്ചവൻ എന്താണോ തന്നത് അതുകൊണ്ട്. പഠിച്ചവൻ ആരെയാണോ തന്നത് അവരോടൊപ്പം. പഠിച്ചവൻ എവിടെയാണോ നമ്മൾ എത്തിച്ചത് അവിടെ വെച്ച് ജീവിതത്തെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യണം. ഇതാണ് ഒന്നാമതായി ഒരു മനുഷ്യൻ അവനവനോട് ചെയ്യേണ്ടത്. പിന്നെ ചെയ്യേണ്ടത് എന്താണ്? ചുറ്റുമുള്ള മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് കൊടുക്കണം. അത് നമുക്ക് എന്താണോ തന്നത്, പാടാനാണോ കഴിയുക, പാടിയിട്ട്, പറയാനാണോ കഴിയുക, പറഞ്ഞിട്ട്, ഒന്ന് ചെന്ന് കാണാനാണോ കഴിയുക, ചെന്ന് കണ്ടിട്ട്. ഇതാണ് ഒരു മനുഷ്യൻ അയാളുടെ ആയുസ്സിനെ എങ്ങനെ അർത്ഥവത്താക്കുകയാണത്. റോണ്ടി പോഷ് എന്ന് പറഞ്ഞിട്ടൊരു എഴുത്തുകാരനുണ്ട് കേട്ടോ, നിങ്ങൾ വായിക്കേണ്ട ഒരാളാണ്. അദ്ദേഹം 42 വയസ്സ് വരെ ആകെ ജീവിച്ചത്. 41ാമത്തെ വയസ്സിലാണ് കണ്ടെത്തിയത് ശരീരത്തിനകത്ത് 20 ട്യൂമറുകളുണ്ട്. ജീവിച്ചിരുന്നെങ്കിൽ വലിയ സംഭാവനകൾ ശാസ്ത്രത്തിന് ആയിരുന്ന ആളാണ്. ഗൂഗിളിൽ വർക്ക് ചെയ്ത ആളാണ് അദ്ദേഹം. ഒരു കോളേജിലെ ലെക്ചറായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ട്യൂമറാണ് എന്നറിഞ്ഞതോടുകൂടി അദ്ദേഹം ജോലിയിൽ നിന്ന് രാജിവെക്കുകയാണ്. സാധാരണ അവിടുന്ന് റിട്ടയർഡായി പോകുന്ന ആളുകൾ റിട്ടയർഡായി പോകുന്ന സമയത്ത് ഒരു പ്രസംഗം നടത്തും. അതാണ് ദ ലാസ്റ്റ് ലെക്ചറർ. ആ പ്രസംഗം ഇദ്ദേഹം നടത്തുന്നത് 41ാമത്തെ വയസ്സിലാണ്. ആ പ്രസംഗം ഇപ്പോഴും യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. 2008 സംഭവം. അന്ന് ലക്ഷക്കണക്കിന് ആളുകൾ അത് ലൈവായിട്ട് കണ്ടിട്ടുണ്ട്. 2009 അത് പുസ്തകമായിട്ട് ഇറങ്ങി, മലയാളത്തിലും ഇറങ്ങിയിട്ടുണ്ട്. അത് അന്ത്യപ്രഭാഷണം എന്നാണ് അതിൻ്റെ പേര്. 2009 ഏറ്റവും അധികം വിൽക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നായിട്ട് അത് മാറി. അടുത്ത ഏതൊരു നിമിഷവും മരിച്ചു പോകാം എന്ന് ഉറപ്പുള്ളൊരു മനുഷ്യൻ പറയുന്ന വാക്കിന് വല്ലാത്ത ശക്തി ഉണ്ടാവും അല്ലേ? ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളാരായിരിക്കും എന്നറിയാം? നാളെ തൂക്കിലേറ്റപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരു തടവ് പുള്ളിയായിരിക്കും. അയാൾക്കറിയാം നാളെ ഞാൻ മരിക്കുമെന്ന്. അയാൾക്ക് അയാളുടെ മുന്നിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന പോലീസുകാരനോട് പോലും സ്നേഹം തോന്നും. അയാളെ ഇങ്ങനെ ആ കൊലക്കയറിലേക്ക് കൊണ്ടുപോകുന്ന മനുഷ്യരോട് പോലും അയാൾക്ക് സ്നേഹം തോന്നും. ആ രാത്രിയിൽ അയാൾ കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളോടും അയാൾക്ക് സ്നേഹം തോന്നും. കാരണം അയാൾക്കറിയാം നാളെ ഞാനത് കേൾക്കില്ലെന്ന്. അയാൾ പറയുന്ന ഓരോ വാക്കിനും അത്രയേറെ ഗൗരവമുണ്ടാവും. അതുകൊണ്ടാണ് വസിയത്തുകൾക്ക് ഇത്രയധികം ശക്തി ഉണ്ടാവുന്നത് അല്ലേ? മലയാളത്തിൽ വസിയത്ത് തന്നെയുള്ള പറയുക. EMSൻ്റെ വസിയത്ത് എന്നൊരു പുസ്തകം പോലും ഉണ്ട്. റോണ്ടി പോഷിൻ്റെ വസിയത്തായിരുന്നു ശരിക്കും ആ പ്രസംഗം. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ മാത്രം ഇങ്ങനെ സഫലമാക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കലല്ല, വേറെ ഒരു മനുഷ്യൻ്റെയെങ്കിലും സ്വപ്നത്തിന് നമ്മളിങ്ങനെ കൂട്ടു നിൽക്കുന്നതിൻ്റെ മഹത്വമാണ് തിരിച്ചറിയേണ്ടത് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നമ്മൾ എത്തണം, തീർച്ചയായും എത്തണം. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്: നമ്മളെത്ര ജയിച്ച് കയറുമ്പോഴും തോറ്റ മനുഷ്യനെക്കുറിച്ച് ആലോചിക്കുക എന്നുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. ദ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഭയങ്കര രസമുള്ള സിനിമയാണ്. ഒരു ആശുപത്രിയിൽ കിടക്കുന്ന 2 രോഗികളാണ്. ഒരാൾ നല്ല പണക്കാരനാണ്, ഒരാളൊരു പാവപ്പെട്ട ആളാണ്. ഈ പാവപ്പെട്ട ആൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കടലാസിലെന്തോ എഴുതിയിട്ട് ചവറ്റുകൊട്ടയിലേക്ക് ഇങ്ങനെ എറിയും. ഇതാ പണക്കാരൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ദിവസം ആ പാവപ്പെട്ട ആളിങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് ആ ചവറ്റുകൊട്ടയിലേക്ക് ഇയാളെ എഴുതി വലിച്ചെറിഞ്ഞത് ആ പേപ്പറുകൾ ഈ പണക്കാരനായ ആളിങ്ങനെ എടുത്ത് നോക്കി. അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളുടെ പട്ടികയാണ്. ആ പാവപ്പെട്ട മനുഷ്യനെ അയാളുടെ സ്വപ്നങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചതാ. ഈ പണക്കാരൻ ആദ്യമായി എടുത്തു നോക്കിയ പേപ്പറിൽ എന്താ എഴുതി വെച്ചതെന്നറിയാം? ഒരു ബർഗർ കഴിക്കണം എന്ന്. അത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞു സ്വപ്നമാണ്, ഒരു ബർഗർ കഴിക്കണമെന്ന്. ആ ബർഗർ കഴിക്കാൻ അയാളെ സഹായിക്കലാണ് അപ്പോൾ ആ പണക്കാരൻ ചെയ്യേണ്ട
ഒരേ ഒരു സേവനം. അതാണ് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. മനുഷ്യൻ്റെ കൂടെ നിൽക്കലാണത്. പ്രത്യേകിച്ചും തോറ്റ മനുഷ്യൻ്റെ കൂടെ നിൽക്കലാണ്. ജയിച്ച മനുഷ്യൻ്റെ കൂടെ മാത്രമല്ല, ജയിച്ച മനുഷ്യൻ കൂടി തോറ്റ മനുഷ്യൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ശരിയായ ഒരു മനുഷ്യത്വത്തിലേക്കുള്ള ഒരാളുടെ വളർച്ചയും വികാസവും.